ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിന്റെ 35-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. എന്താണ് നോമ്പ്? നോമ്പെന്നാൽ ജയത്തിന്റെ അടയാളവും ശത്രുവായ സാത്താന്റെ നേരെയുള്ള തോക്കാത്ത ആയുധവുമാണ്. ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം ശരീരമാകുന്ന വിത്ത് എന്നതാണ്. ബോഡി ആസ് സീഡ്. അതിന് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു സംഭവമാണിത്. യേശു കർത്താവ് കുരിശിലേക്ക് അടുക്കുന്ന സമയം യഹൂദന്മാരുടെ വളരെ പ്രധാനപ്പെട്ട പെസഹ പെരുന്നാൾ ആഘോഷിക്കുവാൻ ജനം യെരുശലേമിലേക്ക് വന്നു ചേരുന്നു. വിജാതിയരായ യവനന്മാർ ഇക്കൂട്ടത്തിലുണ്ട്. അവർക്ക് ദേവാലയത്തിൽ കോർട്ട് ഓഫ് ദി ജെന്റൈൽസ് എന്ന പ്രത്യേക ഇടമുണ്ട്. സത്യാന്വേഷികളായ ഇവർ പുതിയ ചിന്താധാരകളെ അന്വേഷിക്കുകയും ചർച്ചകളിൽ ഏർപ്പെടുകയും ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്ന ശൈലിയുള്ളവരുമാണ്. യേശുവിനെ കാണുവാനും കേൾക്കുവാനുമായി ശിഷ്യരെ സമീപിക്കുന്നതാണ് സംഭവ പശ്ചാത്തലം. യേശുവിനെ ഈ സംഭവം ധരിപ്പിക്കുന്ന ശിഷ്യന്മാരോട് താൻ വിഭാവന ചെയ്യുന്ന ശിഷ്യത്വം എന്ന ജീവിതശൈലിയെ പരിചയപ്പെടുത്തുന്നു. കോതമ്പ് മണിയുടെ ഉപമയാണ് ഇതിനായി ഉപയോഗപ്പെടുത്തുന്നത്. പ്രധാനമായും ഒരു ചിന്തയാണ് ഞാൻ ഇന്നിവിടെ പങ്കുവയ്ക്കുവാനായി ആഗ്രഹിക്കുന്നത്. ഓരോ വിത്തിലും ഓരോ വൃക്ഷമുറിക്കുന്നു. ഓരോ കോതമ്പ് മണിയിലും വലിയ സാധ്യത അദൃശ്യമായിരിക്കുന്നു. ഉപകാരപ്രദമായ ഒരു അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ചലനം ആവശ്യമാണ്. വിതയ്ക്കപ്പെടുവാനോ പൊടിച്ച് ഭക്ഷണമാക്കുവാനോ അത് ഉപകാരപ്പെടും. നിലത്ത് വീണ് ചാകുക എന്നത് കോതമ്പ് മണിയുടെ ധർമ്മമാണ്. 2 തരത്തിൽ ജീവിക്കാം. ഒന്നാമതായി ചിതറിക്കപ്പെടാം. മണ്ണിൽ വിളഞ്ഞ് അനേകർക്ക് വിളവ് നൽകി പൊടിച്ച് അനേകർക്ക് ആഹാരമായി തീരുന്ന അവസ്ഥ. ഇനി ചാകുന്നില്ലെങ്കിലോ? തനിയിരിക്കും, ആർക്കും പ്രയോജനമില്ല, കുറച്ചു കഴിഞ്ഞ് പൊടിഞ്ഞു പോകും, വെറുതെ വേസ്റ്റ് ആയി പോകുന്ന അവസ്ഥ. രണ്ടിനും നിശ്ചിത കാലഘട്ടമുണ്ട് ഭൂമിയിൽ. ചിതറിക്കപ്പെട്ടത് ഇല്ലാതായാലും ഒരു ജീവന്റെ നാമ്പ് ഉയരുന്നു. ധാന്യങ്ങൾ നിറഞ്ഞ കതിർ അത് രൂപാന്തരം പ്രാപിച്ചു പ്രയോജനപ്പെടുന്നു. രൂപാന്തരം വേദനാജനകമാണ്. സഹനം, തകർക്കൽ, അഴുകൽ, ചില നാളുകൾ താൻ തന്നെ ഇല്ലാതെയാകുന്ന അവസ്ഥ. തന്റെ ജീവിതത്തോട് ചേർത്താണ് യേശു ഇത് പറയുന്നത്. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുക എന്ന ദൗത്യം ഏൽപ്പിക്കപ്പെട്ടവന് ചാകേണ്ട അവസ്ഥ. അത് ഏറ്റെടുത്തില്ലെങ്കിൽ ക്രൂശില്ലായിരുന്നേനെ, നമുക്ക് വീണ്ടെടുപ്പും നഷ്ടമായേനെ. സുരക്ഷിതത്വ ബോധം സ്വാർത്ഥതയിലേക്കും തനിയിരിക്കാനും വിടുമ്പോൾ ചിതറിക്കപ്പെട്ടത് 30, 60, 100 മേനി വിളയും. ക്രിസ്തു ശിഷ്യർ തനിയിരിക്കേണ്ടവരല്ല, സ്വയം അർപ്പണത്തിനും ത്യാഗത്തിനും ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവം നൽകിയ വിഭവങ്ങൾ ഉപയോഗിച്ച് വളരുക. ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക. ദൈവവാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കണം. പ്രാർത്ഥന ഒരു ജീവിതശൈലി ആക്കണം. ദൈവവുമായി ഒഴിച്ചുകൂടാനാവാത്ത ബന്ധം ഉണ്ടായിരിക്കണം. യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണം. മാതൃകയുള്ള സാക്ഷ്യമുള്ള വ്യക്തിയായി ജീവിക്കണം. നല്ല കൂട്ടായ്മ, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ് സൃഷ്ടിക്കുക. ഇനി തനിയിരിക്കുമ്പോഴോ? ജീവനില്ലാത്ത കൂട്ടുകാരാണ് നമുക്ക് മൊബൈൽ ഫോൺസ്. ഗാഡ്ഗറ്റ്സിനോടുള്ള കൂട്ട്, ലഹരിയോടുള്ള കൂട്ട് എന്നിവ മരവിപ്പ്, നംനെസ്സിലേക്ക് നയിക്കുകയും അതുവഴി കമ്മ്യൂണിക്കേഷൻ സ്കിൽ തന്നെ നഷ്ടപ്പെടുത്തുന്നു. റിലേഷൻഷിപ്പ് നന്നാക്കാം. പഠനം, ജോലി, ഉത്തരവാദിത്തങ്ങളിൽ ശ്രദ്ധിക്കാം. ട്രാൻസ്ഫോർമേഷൻ ആവശ്യമാണ്. ശിഷ്യരാകാം. യേശുവിന് വേണ്ടി യേശുവിനായി ജീവിക്കാം. ക്രൂശിനെ പിന്തുടരാം. നല്ല ഫലം കായ്ക്കുന്നവരാകാം. അതിനായി ദൈവമായ കർത്താവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.